ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം കടുപ്പിച്ച് ഇറാൻ. ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. സൽമാൻ തുറമുഖത്തിന് സമീപമുള്ള തന്ത്രപ്രധാനമായ സമുദ്ര കേന്ദ്രത്തിന് നേരെയും ആക്രമണമുണ്ടായി. സൗദി അറേബ്യയിലെ റാസ് തനൂരയിലെ ആറാംകോ എണ്ണ ശുദ്ധീകരണ കേന്ദ്രത്തിൽ ഇറാന്റെ ആക്രമണമുണ്ടായി. ഷാഹിദ് 136 ഡ്രോൺ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തെ തുടർന്ന് റാസ് തനൂര റിഫൈനറി താൽക്കാലികമായി അടച്ചു. ഇന്റർനാഷണലിൽ നിന്നും വിവരങ്ങൾ വിനയരാജ് നൽകും. യുദ്ധം തുടങ്ങി മൂന്നാം ദിവസം കടുത്ത സംഘർഷത്തോടെ അല്ലെങ്കിൽ തന്നെ കടുത്ത തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. പ്രധാനമായും ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് ഈ കൂടുതൽ ഇറാൻ പ്രതിഷേധവുമായി അല്ലെങ്കിൽ ഇറാൻ തിരിച്ചടി നൽകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇറാന്റെ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരന്റെ ജീവൻ പൊലിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം ഇറാൻ ആക്രമിച്ച കപ്പലിൽ നിന്നും കാണാതായ 2 പേർ, അവർക്കായി തെരച്ചിലും ആരംഭിച്ചിട്ടുണ്ട്. അതിൽ നേരത്തെ ഇന്ത്യൻ എംബസി ഔദ്യോഗികമായി ഇറക്കിയ പ്രസ്താവന എന്ന് പറയുന്നത് ഈ കാണാതായ 2 ഇന്ത്യക്കാർക്ക് വേണ്ടി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടെന്നായിരുന്നു ഇന്ത്യൻ എംബസി അല്പസമയം മുൻപ് ഔദ്യോഗികമായി വ്യക്തമാക്കിയ കാര്യമെന്ന് പറയുന്നത്. അതേസമയം തന്നെ കൂടുതൽ പ്രതിരോധം അല്ലെങ്കിൽ കൂടുതൽ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒമാൻ തീരത്ത് കപ്പലിന് നേരെ അടക്കം ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഒമാൻ തീരത്ത് സുൽത്താൻ ഖാബൂസ് തുറമുഖത്തിന് സമീപമായിരുന്നു ഈ കപ്പലിന് നേരെ ഇറാൻ ആക്രമണം കടുപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോൺ ബോട്ട് ഉപയോഗിച്ചായിരുന്നു ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ ആക്രമണത്തിലാണ് ഒരു ഇന്ത്യക്കാരനടക്കം കൊല്ലപ്പെട്ടു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. 21 ജീവനക്കാർ സഞ്ചരിച്ച കപ്പൽ, അതിൽ 16 പേരും ഇന്ത്യക്കാരായിരുന്നു. 4 ബംഗ്ലാദേശികളും ഒരു യുക്രൈൻകാരനുമായിരുന്നു ഉണ്ടായിരുന്നത്. അതിലൊരു ഇന്ത്യക്കാരന്റെ ജീവനാണ് പൊലിഞ്ഞിട്ടുണ്ടായിരുന്നത്. യുദ്ധം തുടങ്ങി മൂന്നാം ദിവസം ശക്തമായി തന്നെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ പ്രധാനമായും ഈ തുടക്കം മുതൽ തന്നെ ഇറാൻ ഉന്നയിച്ച കാര്യം അതെന്ന് പറയുന്നത് ഈ തങ്ങൾക്കിനി ഒന്നും നഷ്ടപ്പെടാനില്ല, തങ്ങൾ ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്നായിരുന്നു ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഇറാൻ തുടർന്നു കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഇറാൻ കൂടുതലായി ലക്ഷ്യം വെക്കുന്നത് ഗൾഫ് രാജ്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമായും മറ്റ് ഗൾഫ് രാജ്യങ്ങളടക്കം തന്നെ ഇറാനെതിരെ രംഗത്ത് വരുന്നു എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ശക്തമായി അമേരിക്ക അടക്കം തന്നെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കൻ സൈനികർക്ക് നേരെ ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്ന് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കയുടെ കൂടുതൽ സൈനിക ശേഷി മിഡിൽ ഈസ്റ്റിലേക്ക് അടക്കം തന്നെ ഒഴുക്കുമെന്നാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഈ ഒരു ഇറാന്റെ ആക്രമണത്തിന് പിന്നാലെ തന്നെ പല രാജ്യങ്ങളും പിന്തുണച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായും ഈ ഗൾഫ് രാജ്യങ്ങളടക്കം തന്നെ ഇറാനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതിലെടുത്തു പറയേണ്ടത് ഇറാൻ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ഈ ഗൾഫ് രാജ്യങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഗൾഫ് രാജ്യങ്ങളടക്കം തന്നെ ഇറാനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇറാൻ ഒമാനെതിരെ അടക്കം തന്നെ ആക്രമണം അഴിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒമാൻ തീരത്തെ കപ്പലിലേക്ക് അടക്കം തന്നെ ആക്രമണം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിലെടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കപ്പലുകളിൽ എഞ്ചിനിലേക്കാണ് ആളില്ലാ ബോട്ടുകൾ ഇടിച്ചു കയറ്റുന്ന തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആ ആക്രമണങ്ങൾക്കാണ് ഇറാൻ നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ പല ഗൾഫ് രാജ്യങ്ങളടക്കം തന്നെ ഇറാനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിനിടയിൽ ഇപ്പോൾ ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ചൈനയും രംഗത്ത് വന്നിട്ടുണ്ട്. ചൈന പ്രധാനമായും ഉന്നയിക്കുന്നത് തങ്ങൾ എല്ലാം അല്ലെങ്കിൽ പിന്തുണ ഇറാന് നൽകുന്നുവെന്നാണ് ചൈന വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതിനിടെയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശക്തമായി തിരിച്ചടിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. തങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനടക്കം തന്നെ തങ്ങൾ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഇസ്രായേലും വ്യക്തമാക്കിയിരിക്കുന്നത്. തങ്ങൾ തിരിച്ചടിച്ചുകൊണ്ടിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ അടക്കം തന്നെ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഇസ്രായേൽ പ്രസിഡന്റ് ആയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അടക്കം ആക്രമിച്ചു എന്നൊരു അവകാശവാദം ഇറാൻ അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ പിന്നീട്
ഇസ്രായേൽ സ്ഥിരീകരിക്കാത്ത അല്ലെങ്കിൽ ഇസ്രായേൽ അതൊന്നും തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതേസമയം തന്നെ 2 രഹസ്യ അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയെന്നും ഇറാന്റെ 2 രഹസ്യ അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇറാനിലെ 2 രഹസ്യ അന്വേഷണ ഉദ്യോഗസ്ഥരായിട്ടുള്ള സയ്യിദ് യഹിയ ഹമീദി, ജലാൽ ഹുസൈൻ എന്നിവരാണ് കൊലപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇറാന്റെ രഹസ്യ അന്വേഷണ മന്ത്രാലയത്തിലെ ചാരവൃത്തി വിഭാഗത്തിന്റെ തലവനായിട്ടുള്ള ഹുസൈൻ അദ്ദേഹത്തെ അടക്കം തന്നെ കൊലപ്പെടുത്തി എന്നായിരുന്നു ഇസ്രായേൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതേസമയം തന്നെ അമേരിക്കക്കെതിരെയും ശക്തമായിട്ടുള്ള തിരിച്ചടിച്ചു കൊണ്ടിരിക്കുകയാണ് ഇറാൻ. അമേരിക്കയുടെ F-15 വിമാനങ്ങൾ തകർത്തെന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു. 3 വിമാനങ്ങളാണ് തകർത്ത് എന്നത് ഇറാൻ പറഞ്ഞിരുന്നു. അത് അമേരിക്ക തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ കുവൈറ്റ് അബദ്ധത്തിൽ വിമാനങ്ങൾ വെടിവെച്ചെന്ന് അമേരിക്കയും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ സൗദിയയിലെ എയർബേസ് ലക്ഷ്യമിട്ടും ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. 5 ഡ്രോണുകൾ അയച്ചുവെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള തിരിച്ചടിച്ചു കൊണ്ടിരിക്കുകയാണ് ഇറാൻ എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ യുദ്ധം തുടങ്ങിയ 3-ാം ദിവസം തന്നെ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ ചെയ്യുന്നത്. ഗൾഫ് രാജ്യങ്ങൾ, ഇസ്രായേൽ കൂടാതെ അമേരിക്ക, ഈ യുദ്ധം തുടങ്ങിയത് അമേരിക്കയും ഇസ്രായേലുമാണ്. അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിക്കേണ്ടതും അമേരിക്കയും ഇസ്രായേലും തന്നെയാണെന്ന് നേരത്തെ തന്നെ ഇറാൻ വ്യക്തമാക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പല രാജ്യങ്ങളും തങ്ങളെ വിളിക്കുന്നുണ്ട്, തങ്ങളോട് പറയുന്നുണ്ട് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഈ യുദ്ധം തുടങ്ങിയത് തങ്ങളല്ല, ഈ അമേരിക്കയാണെങ്കിലും ഇസ്രായേൽ ശരി, വ്യക്തമാണ്. ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണവും കടുപ്പിച്ചിരിക്കുകയാണ് ഇറാൻ. കൂടുതൽ വിവരങ്ങൾ നൽകിയത് വിനയ രാജാണ്.